ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ബിരിയാണി എന്ന് പറയുമ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് പ്രോൺസ് ബിരിയാണിയാണ്. പ്രോൺസ് ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പച്ച പ്രോൺസിന് ഓർമ്മ വരാം. പക്ഷേ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാൻ പ്രോൺസ് ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തലയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് നന്നായി കഴുകിയെടുക്കണം. അതിനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 2-3 പ്രാവശ്യം കഴുകണം കേട്ടോ. കാരണം ഈ ഉണക്കച്ചെമ്മീനാവുമ്പോൾ അതിൽ നിറച്ച് മണലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പൊടിയും മണലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2-3 പ്രാവശ്യം കുറച്ച് നേരം ഞാൻ വെള്ളത്തിലിങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട്. അതൊന്നിങ്ങനെ ഉണക്കുക എന്നുള്ള ഇതിന് ഒരിത്തിരി ഇങ്ങനെ മാംസം വെച്ച പോലെ തോന്നാനായിട്ടാണ്. ഇട്ട് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കൈ വെച്ചിങ്ങനെ നന്നായി തിരുമ്പി കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ മണലൊക്കെ ഉണ്ടെങ്കിൽ അത് താഴ്ത്തേക്ക് അങ്ങനെ പോകും. നമ്മളിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ വാരിയെടുക്കണം. എന്നിട്ട് നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2-3 വിസിൽ വരാനായിട്ട് വെക്കണം. അതിന് മുമ്പായിട്ട് ഉപ്പും വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായി വെന്തില്ലെങ്കിൽ പ്രോൺസ് നമ്മളുടെ വയറിന് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാണ് 3 വിസിൽ വരുത്തുന്നത്. ഇനി നമുക്ക് വേറൊരു പാത്രം ഗ്യാസിൽ വെച്ച് കത്തിച്ചതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പൂ, പെരിഞ്ജീരകം അതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് സവാള അരിഞ്ഞതാണ് ചേർക്കുന്നത് കേട്ടോ. വട്ടനെ അരിഞ്ഞിട്ട് അത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്താൽ വേഗം നമുക്ക് സവാള വഴന്ന് കിട്ടും. സവാള നന്നായി വഴന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്, ഇതും കൂടി ചേർത്ത് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം വേണം അതിലേക്ക് ഈ മസാലകളുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാൻ. മസാല ഞാൻ ഫസ്റ്റ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി കുറച്ചധികം ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു മഞ്ഞ കളർ നമ്മളുടെ കറിക്ക് കിട്ടാനും അത് നല്ലതാണല്ലോ മഞ്ഞൾപ്പൊടി. പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഗരം മസാലയും പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിത് പെപ്പർ പൗഡറിൻ്റെ ആ ഒരു എരിവ് ഇത്തിരി മുന്തി നിൽക്കാൻ വേണ്ടി കുറച്ചധികം ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതും കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കാം. തക്കാളി അധികം പഴുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് 2-3 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതും തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. ഇനി അത് തുറന്ന് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് മല്ലിച്ചെടിയും പുതിനയിലയും അതുപോലെ 2 പച്ചമുളകും ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മല്ലിച്ചെടിക്കും പുതിനയിലയ്ക്കും ഒരു റോ സ്മെല്ലുണ്ടാവും. അത് പോണ വരെ ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം നമുക്കതൊന്ന് ചൂടായി കിട്ടുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് വേഗം പോയി കിട്ടും. അതിന് വേണ്ടിയാണ് കുറച്ച് നേരം നമ്മളതൊന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ നമ്മൾ ആ ഒരു സ്മെല്ല് പോകാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പ്രോൺസ് ഉണ്ടല്ലോ, അതിൽ ഉപ്പും വെള്ളവും ഉണ്ടാവും, അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ആ പ്രോൺസിലേക്ക് മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ അപ്പോഴേക്കും അത് നെക്സ്റ്റ് അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഈ അടുപ്പിലേക്ക് ഇത് വെക്കാൻ കേട്ടോ, കുക്കർ വെക്കാൻ. നമുക്ക് ചോറ് ഇതൊക്കെ കൂടി ഒന്ന് വേവിച്ച് വീണ്ടും എടുക്കണമല്ലോ, അതിന് വേണ്ടി. ഇപ്രാവശ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഗോവിന്ദ് ഭോഗ് എന്നുള്ളൊരു റൈസാണ് കേട്ടോ. ഇത് ബൈ മിസ്റ്റേക്ക് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇതെങ്ങനെ ഇരിക്കും എന്നറിയില്ല, ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഞാൻ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ജീര റൈസ് വെക്കണ പോലെ തന്നെ 1/2 മണിക്കൂർ ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിരുന്നു. എന്നിട്ട് ഞാൻ ഈ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഫസ്റ്റ് എണ്ണ ഒഴിച്ചു. എന്നിട്ട് ഞാൻ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഇത് അരിക്ക് വേണ്ട 2.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്ത് അതിലേക്ക് ഒഴിച്ചു കേട്ടോ. ഭയങ്കര പുകമായി അടുക്കള, വെള്ളമൊക്കെ തെറിച്ച് ആകേണ്ട മൊബൈലിലേക്കൊക്കെ ആയി. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് വേണമെങ്കിൽ എണ്ണയോ നെയ്യോ എന്താണെന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച അരി ഉണ്ടല്ലോ, അത് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഞാൻ ഒന്ന് തിള വരുന്ന വരെ വെയിറ്റ് ചെയ്യും കേട്ടോ. എന്നിട്ടാണ് അത് അടച്ചു വയ്ക്കുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും അതുപോലെ തന്നെ ഇത് കസൂരി മേത്തിയാണ് കേട്ടോ, നല്ലൊരു സ്മെല്ലിന് വേണ്ടി ചേർക്കുന്നതാണ്. പിന്നെ ഒരു 1/2 ലെമൺ അതിൻ്റെ ജ്യൂസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് എരിവൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ 2 പച്ചമുളകോ പെപ്പർ പൗഡറോ ചേർത്ത് കൊടുക്കാം. ഇനി അത് അടച്ചു വെച്ചിട്ട് അതിൻ്റെ സ്റ്റീം വരുന്ന സമയം വരെ വെയിറ്റ് ചെയ്തിട്ട് സ്റ്റീം വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ജീര റൈസിന് ചെയ്യുന്ന പോലെ തന്നെ ഒരു വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് സ്റ്റവിൽ ഇവിടെ ഫിഷ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് അയല വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നാളികേരപ്പാൽ ചേർത്തിട്ട് അയല കറിയും വെച്ചു, അതുപോലെ തന്നെ ഫ്രൈയും ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഒരു കുക്കറിൽ സ്റ്റീമൊക്കെ പോയിട്ട് കുറച്ച് നേരം തുറന്ന് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് ജീര റൈസ് പോലെ തന്നെ കറക്റ്റ് ആ വേവിന് കിട്ടിയിട്ടുണ്ട്. വെന്തുടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട് ആ അരി വെച്ചിട്ടുള്ള നമ്മളുടെ ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ബിരിയാണി കുറേ നാളായി ഈ ഒരു പ്രോൺസ് ബിരിയാണി കഴിക്കാൻ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്ത് പോയാലും ചിക്കൻ ബിരിയാണി കഴിക്കുള്ളൂ. വീട്ടിൽ വെക്കാന്ന്
വെച്ചാൽ ഹസ്ബൻഡ് പറയും അത് വേസ്റ്റാണ്, പ്രോൺസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുള്ളൂ, അതിലും ഭേദം അത് വെച്ച് ഫ്രൈ ചെയ്യുക കറി വെക്കുക ചെയ്യുന്നതെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് അങ്ങനെ വെപ്പിക്കുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വെച്ചിട്ട് ഒന്ന് പരീക്ഷിച്ച് വെക്കിയതാണ്. എന്തായാലും പരീക്ഷണം സക്സസ് ആയി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സീൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.